ഇന്നൊരു കാന്താരി ഫിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് ചുവന്നുള്ളി അരയ്ക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുറച്ച് ഒരു ഹാഫ് ഇതിൽ. ഇത് ഇഞ്ചിയാണ് കേട്ടോ, ഇഞ്ചി ചെറിയൊരു കഷ്ണമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കാന്താരി, നമ്മുടെ സുന്ദരകുട്ടനായ ചുവപ്പും പച്ചയൊക്കെ ആയിട്ടുള്ള കാന്താരി. അതിങ്ങോട്ട് ഇടുകയാണ്. ഞാൻ കുറച്ച് എരിവ് ചേർക്കുന്നുള്ളൂ, എൻ്റെ മോന് എരിവ് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് മല്ലിയില കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കാന്താരി ഫിഷ്, കാന്താരി ചിക്കൻ എൻ്റെ വായിൽ വരുന്നത്. കാന്താരി ഫിഷിന് വേണ്ടിയിട്ട് നമ്മളത് കാന്താരി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ അരച്ചിട്ട്, ഇതെല്ലാം പച്ചമുളകാണേ. പച്ചമുളകായതുകൊണ്ടാണ് ഇത്രയും പച്ചയായിട്ട് തോന്നുന്നത്. പച്ചമുളകല്ല, കാന്താരി പച്ച, നല്ല എരിവുള്ള കാന്താരിയാണ്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കുറച്ച് മാറ്റി വെച്ചിട്ട്. ഹായ് ഗൈസ്, അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഇതിൽ കൂടെ ഒരു ലേശം വെളിച്ചെണ്ണയ്ക്ക് അളവില്ല, ഒരു ലേശം വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ ഒഴിച്ചിട്ടിട്ട്. ഒരുപാടൊന്നുമില്ല, ഇതൊരു 1/2 കിലോ മീനേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അതുകൊണ്ടാണ് അളവ് പറയാത്തത്, സ്പൂണിൻ്റെ അളവൊന്നും പറയാത്തത്. തേങ്ങാപ്പാൽ അതുപോലെ തന്നെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇത് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ തേങ്ങാപ്പാലിനകത്താണ് ഇതിനെ മൊരിച്ചെടുക്കുന്നത്. ഉപ്പ് അധികം വേണ്ട, എൻ്റെ മോന് ഉപ്പ് കഴിച്ചുകൂടാ, അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. മീനാണ് ഉപ്പ് വേണം, എന്നാലും ഞാൻ ഇച്ചിരി ഉപ്പ് കുറച്ചെടുക്കുന്നത് കേട്ടോ എല്ലാവരോടും. പുരട്ടി നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഒരു സ്പൂൺ എടുത്ത് അതവിടെ ഒന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് റെഡി ആവുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു കപ്പ്, ഈ ചെറിയ കപ്പിന് ഒരു കപ്പ് ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടുകയാണ്. എണ്ണ നന്നായി ചൂടായി കിടപ്പുണ്ട് നമ്മുടെ ചട്ടിയിൽ. നമ്മളതിനൊന്ന് ഒരു ചെറിയ ബ്രൗൺ നിറം വരുന്നത് വരെ നമ്മളൊന്ന് വെക്കണം. കുറച്ച് മതി, കുറച്ച് അധികമായി പോകണ്ട. അധികമായി പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അത് ഏകദേശം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ. അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ശരിക്കും ആവശ്യമില്ല ഇതിന്, എന്നാലും ഞാൻ ഒരു തണ്ട് ഇടുകയാണേ. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് പകുതി പാകമായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരുന്ന കാന്താരി ഫിഷ്, ഇത് നമ്മുടെ കേര മീനാണ് കേട്ടോ. ഇതിന് ഏത് മീനും കൊണ്ടും ഇത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. നമ്മളിതിന് മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി അങ്ങനെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു ഇത്തിരി ചേർക്കാം. ഇപ്പോൾ നമ്മൾ മീനൊക്കെ മൊരിയുമ്പോൾ ഉള്ളിയിൽ കിടന്ന് മൊരിയുമ്പോഴേക്കും നല്ല ടേസ്റ്റ് മണം വരുന്നുണ്ട്. എൻ്റെ മോന് കഴിക്കാനായിട്ട് കൊതി പറഞ്ഞിട്ടാണ്, മോനും മോൾക്ക് അവൻ്റെ വൈഫ് ഹെലനയ്ക്ക്. അപ്പോൾ അതാണിപ്പം ശരിക്കും ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസമായി അവൾ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു, അമ്മ ഉണ്ടാക്കുക. ചിക്കനാണ് ആവശ്യപ്പെട്ടത്, പക്ഷേ എന്തോ ഡയറ്റ് പ്രോബ്ലം കൊണ്ട് ചിക്കൻ കഴിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം കാന്താരി ഫിഷ് ആക്കിയതാണ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം ഞാൻ കുറച്ചും കൂടെ വിപുലമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞു മോൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാന്താരി ചിക്കൻ ഉണ്ടാക്കാമെന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടുണ്ട് മനസ്സിൽ. നമ്മുടെ കാന്താരി ഫിഷ് എല്ലാം മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അടിപൊളിയായിട്ട്. ഈ ഉള്ളിയുടെ മണമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. മീനൊക്കെ വറുക്കുമ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇത് മറിച്ചിടാറായിട്ടുണ്ട്. നമ്മളതിനെ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിടുകയാണേ. ആ ഉള്ളിയൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല മണം വരുന്നുണ്ട്.
കാന്താരി ചിക്കൻ എന്നാണ് വായി വരുന്നത്, ഫിഷൊന്നും വായിൽ വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഈ മറിച്ചിട്ടിട്ട് ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ ഇരിപ്പുണ്ട്, അത് നമ്മൾ ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഞാൻ നമ്മുടെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ, വേണ്ടിയവർ മാത്രം ഇട്ടാൽ മതി. മറിച്ചിട്ട് ഇതിപ്പോൾ നല്ല കട്ട്ലേറ്റിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ബാക്കിയുള്ള തേങ്ങാപ്പാൽ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ഇനി ഇത് വെന്ത് വരിക. തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വെന്തിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാലൊക്കെ എണ്ണയൊക്കെ ഇറങ്ങി വന്നു നന്നായിട്ട്. നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റും കൂടെ ആയിക്കോട്ടെ. നമ്മൾ അതിലേക്ക് ഒരു 2-3 തുള്ളി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അരപ്പ് ചേർക്കുന്ന സമയത്ത്, പുരട്ടി വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തു. പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്, പക്ഷെ അന്ന് തേങ്ങാപ്പാലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അരച്ചിട്ട് എണ്ണയിൽ പൊരിച്ചെടുത്താണ് ചെയ്തത്. തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റായിരുന്നു. കാന്താരി ചിക്കനും കാന്താരി ഫിഷും. കാന്താരി ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവനെ നമ്മളിങ്ങനെ ചട്ടി ഓരോന്നൊരു പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ എടുക്കാൻ പോവാണ്. ഇതിൻ്റെ എണ്ണയെല്ലാം വന്ന് തെളിഞ്ഞു. ഇതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ കോരി ഇതിൻ്റെ പുറത്തോട്ടിടുക. ഇതിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല മൊരിഞ്ഞിങ്ങനെ വരും. ഉള്ളി ഉണ്ടല്ലോ അത് നമ്മളിട്ടത്, ആ ഉള്ളിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. അത് നമ്മളിങ്ങനെ കോരി ഇതിൻ്റെ പുറത്തേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ കാന്താരി ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ ഒരു കൊതിച്ചി പെണ്ണ് അവിടെ കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ ഇവൻ ഇതും കൊണ്ട് പോകും. അപ്പോൾ നമ്മുടെ കാന്താരി ഫിഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.